മൂന്ന് സംഖ്യകളുടെ തുകയും ശരാശരിയും തമ്മിൽ 16ൻ്റെ വ്യത്യാസമുണ്ട്. സംഖ്യകളുടെ തുക കാണുക. മൂന്ന് സംഖ്യകൾ നമുക്ക് എക്സ് വൈ സെഡ് എടുക്കുക. മൂന്ന് സംഖ്യകൾ എക്സ് വൈ സെഡ്. എന്താ പറയുന്നത്? മൂന്ന് സംഖ്യകളുടെ തുക എന്ന് പറഞ്ഞാൽ എന്താ വരിക? എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ്. മൂന്ന് സംഖ്യകളുടെ തുക എഴുതി എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ്. ഇനിയോ അവയുടെ ശരാശരി, ആ സംഖ്യകളുടെ ശരാശരി. ശരാശരി എങ്ങനെ കാണുക? കൂട്ടിയിട്ട് എണ്ണം കൊണ്ട് ഹരിക്കുക. അപ്പോൾ ശരാശരി ഇത് വരും എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് ബൈ 3. അപ്പോൾ ഇത് മൂന്ന് സംഖ്യകളുടെ തുക, ഇത് മൂന്ന് സംഖ്യകളുടെ ശരാശരി. ഇത് തമ്മിൽ വ്യത്യാസം പറഞ്ഞാൽ എന്താ? വലുതെന്ന് ചെറുത് കുറച്ചാൽ. വ്യത്യാസം പറഞ്ഞാൽ ഇതിലത്തെ വലുതും ചെറുത് കുറയ്ക്കുക. ഇതിലേതാ വലുത്? ഇതാണ് വലുത്. കാരണം എന്താ? ഇത് തുകയാണ്. ഇത് ശരാശരി ആകുമ്പോൾ എന്താ? കൂട്ടിയിട്ട് 3 കൊണ്ട് ഹരിക്കുന്നുണ്ട്. അപ്പോൾ ചെറുതായി പോയി. അപ്പോൾ എന്താ വ്യത്യാസം പറഞ്ഞാൽ ഇതിലത്തെ വലുതെന്ന് ചെറുത് കുറയ്ക്കുക. അപ്പോൾ ഇത് വലുത്, ഇത് ചെറുത് കുറയ്ക്കുക. കുറയ്ക്കുമ്പോൾ എന്ത് കിട്ടും? വ്യത്യാസം എത്ര? 16. നമുക്കൊരു കാര്യം ചെയ്യാം, എളുപ്പത്തിന് വേണ്ടിയിട്ട് ഈ എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് എന്ന് ഒന്നിച്ചിട്ട് നമുക്ക് എ എന്ന അക്ഷരം കൊടുക്കുക. എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് എന്ന് ഒന്നിച്ച്, അതായത് തുക എ എന്ന് വിചാരിക്കുക. കുറയ്ക്കണം. ഇപ്പോൾ ഇവിടെ എന്ത് വരും? ഇവിടെയും എ അല്ലേ? പിന്നെ ബൈ 3 സമം 16. ഇതെങ്ങനെ കുറയ്ക്കുക? ഇത് കുറയ്ക്കാൻ നമുക്ക് എനെ 3 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ എന്ത് വരും? 3a. കുറയ്ക്കണം എന്നിടുക. ഈ അംശം എ അതുപോലെ എഴുതുക. ഈ പൊതുവായ ഛേദമായിട്ട് 3 ഇടുക. 3 കൊണ്ട് എനെ ഗുണിച്ച് 3a മൈനസ് എ ഹോൾ ഡിവൈഡഡ് ബൈ 3 സമം 16. 3a എന്ന് എ കുറച്ച 2a സമം ബൈ 3 അങ്ങോട്ട് എടുത്തു. അപ്പോൾ 16 ഇൻറ്റു 3 48. അപ്പോൾ എ എങ്ങനെ കാണുക? 48 ബൈ 2 24 എന്ന് കിട്ടി എ. ഈ എ എന്താണ്? എക്സ് പ്ലസ് വൈ പ്ലസ് സെഡിന് പകരം നമ്മൾ എ എന്ന് എഴുതി. എക്സ് പ്ലസ് വൈ പ്ലസ് സെഡിന് പകരം എ എന്ന് എഴുതി. അപ്പോൾ എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് ആണെന്ത്? 24. എന്താ കാണേണ്ടത്? സംഖ്യകളുടെ തുക, അതായത് എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ്. സംഖ്യകളുടെ തുക കിട്ടി. എത്രയാണ്? 24.